എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ഇടാതെ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായും മാറ്റി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവൽ അല്ലെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി അളന്ന അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് അരി അരച്ചത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനിയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാർ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുപഴം മാത്രം മതി കേട്ടോ. ഒരു ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കട്ടകളൊന്നും ഉണ്ടാവാതെ അരച്ചെടുത്തിട്ട് വരാം. അത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം പതപ്പിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഫെർമെൻ്റായിട്ട് വരിക. അപ്പോൾ എന്നിട്ട് ഞാൻ ഇളക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. ഇളക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ 8 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് നമുക്ക് അപ്പച്ചട്ടിയിൽ നമ്മൾ സാധാ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് ചെയ്യൂലേ, നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള അപ്പം അതേപോലെ തന്നെ വരും കേട്ടോ. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അതുപോലെ തന്നെ വരും. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴും ഈ പഴം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ വരും. ഇത് കണ്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നതിനും കാട്ടി നല്ലതല്ലേ ഇങ്ങനെ പഴം ചേർത്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലും ഇതിൽ നമുക്ക് കഴിക്കുമ്പോൾ തോന്നൂല കേട്ടോ. ഇങ്ങനെ നല്ല ഈസ്റ്റൊക്കെ ചേർത്ത് അപ്പം പോലെ തന്നെ ഉണ്ടാവും. ഈസ്റ്റ് ചേർത്തിട്ടില്ല, പഴം ചേർത്ത് ഉണ്ടാക്കിയതാണെന്നൊന്നും നമ്മൾ കഴിക്കുമ്പോൾ തോന്നൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറുക്കി ഒഴിക്കാതെയും ഈസ്റ്റ് ഇടാതെയും ബേക്കിംഗ് സോഡ ഇടാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് നമ്മുടെ സാധാ അപ്പം പോലെ തന്നെ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.